നോക്കൂ, such atrocities were carried out with the support of British. ഈ ജന്മിമാരായിട്ടുള്ള ആൾക്കാര് അവര് കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾ നടന്നു എന്നാ പറഞ്ഞത്. ആര്? ഈ ജന്മിമാര് അവിടെ നടത്തി എന്നാ പറഞ്ഞത്. ഇനി the farmers of South Malabar were tenants who cultivated land, obtained the lease from landlords. ഇനി സൗത്ത് മലബാറിലുണ്ടായിരുന്ന എന്താണ് who cultivated the land obtained as lease from landlords. അപ്പോ സൗത്ത് മലബാറിൽ ഉണ്ടായിരുന്ന കൃഷിക്കാരുടെ കഥയാണ് പറഞ്ഞത്. സൗത്ത് മലബാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിനെ തന്നെ, മലബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വടക്ക് ഭാഗമാണ്. ആ വടക്ക് ഭാഗത്ത് തെക്കേ പ്രദേശത്തുള്ള ആളുകൾ അവര് അവിടെ പാട്ടത്തിന് ഭൂമി എടുത്തിട്ടാണ് കൃഷി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് ടെനൻസ് വേർ മാപ്പിളാസ്. അങ്ങനെ പാട്ടത്തിന് ഭൂമി എടുത്തിരുന്ന ആളുകൾ ഭൂരിഭാഗം പേര് മാപ്പിളകളായിരുന്നു എന്നാ പറയുന്നത്, മുസ്ലിംസ്. So these struggles that happened in 19th century was known as മാപ്പിള റിബല്യൻ. അങ്ങനെ അവരുടെ കലാപമാണെന്നാ പറയുന്നത് ഇവിടെ മാപ്പിള റിബല്യൻ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ around 22% revolt took place in Malabar. To suppress these revolting, British raised a special armed police battalion named Malabar Special Police. ഏകദേശം 22ഓളം അല്ലെ കൃഷിക്കാരുടെ വിപ്ലവങ്ങൾ മലബാറിലുണ്ടായി. ഈ റിവോൾട്ടുകളെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷ് ഒരു സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, പ്രത്യേകം അല്ലെ എന്താണ് ആയുധധാരികളായിട്ടുള്ള കുറച്ച് പോലീസുകാരെ അവർ തയ്യാറാക്കി. അവരുടെ പേര് മലബാർ സ്പെഷ്യൽ പോലീസ്, MSP എന്നാണ് ചുരുക്കപ്പേരിൽ അവർ അറിയപ്പെടുന്നത്. To inquire about the frequent revolt, the British government appointed William Logan Commission. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ കലാപം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ വില്യം ലോഗൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ, അതായത് ഒരാളുടെ നേതൃത്വത്തിൽ കുറച്ച് ബ്രിട്ടീഷുകാരെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചു എന്നാ പറയുന്നത്. അതാണ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടാൾക്കാർ. വില്യം ലോഗൻ എന്ന് പറയുന്ന ആളാണ് അതിന്റെ നേതാവ്. The commission pointed out the cause of struggle was unfair land revenue system of the British. വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തിയത് എന്തായിരുന്നു? ആ നാട്ടില് അന്ന് നിലനിന്നിരുന്ന അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് തുല്യതയില്ലാത്ത, സമത്വമില്ലാത്ത ലാൻഡ് റവന്യൂ സിസ്റ്റം, ഭൂനികുതി സംവിധാനമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലനിന്നിരുന്ന. സമത്വം ഇല്ലാത്ത ഭൂനികുതി സമ്പ്രദായമായിരുന്നു എന്തിനു കാരണമെന്നാ പറയണത്? ഈ വിപ്ലവങ്ങൾക്കെല്ലാം കാരണമെന്ന് കമ്മീഷൻ കണ്ടെത്തി, വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തി. ഇനി സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾസ്. കാട്ടിലെ വിപ്ലവം എവിടെയുണ്ടായി എന്നാ പറഞ്ഞത്? കാടുകളിലും ഉണ്ടായി. കാടുകളും കലാപഭൂമിയായി. നോക്കൂ, ഇവിടെ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗം ഇതിൽ പറയുന്നുണ്ട്. തൽക്കാലം ഒന്ന് വായിക്കാല്ലേ. The Sandal is tribe inhabiting the valleys of Rajmahal Hills, stretching across the present Bengal, Jharkhand and Bihar. They lived closely with nature and earned a living by farming and collecting forest produce. They were sturdy and hardworking and had their own unique culture. The rhythm of their life was disturbed with the establishment of the British rule. അപ്പോ സന്താൾ എന്ന് പറയുന്ന ഒരു കാട്ടുവർഗം ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന എവിടെയാ? രാജ്മഹൽ ഹിൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ രാജ്മഹൽ ഹിൽ എന്ന് പറയുന്നത് ബംഗാളിലും ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെ ആയിട്ട് അങ്ങനെ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന, പ്രകൃതിയുമായിട്ട് ഏറെ ഇണങ്ങി ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളായിരുന്നു എന്നാണ്. ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഫാമിംഗ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഇവര് കൃഷി ചെയ്യുകയും അതുപോലെ കാട്ടിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടൊക്കെയാണ് ഇവർ ജീവിച്ചിരുന്നത്. They were sturdy and hard working. അവര് കഠിനമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. They had their own unique culture. ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരുന്നു. The rhythm of their life was disturbed with the establishment of British rule.
പക്ഷെ അവരുടെ ആ ജീവിതത്തിന്റെ താളം ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി ആകെ നഷ്ടപ്പെട്ടു എന്നാണ്. ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. ജമീന്ദാർമാരും ജന്മിമാരും അതുപോലെ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുമെല്ലാം ഇവരുടെ ഈ ഭൂമി പിടിച്ചെടുത്തു. The British officers made them work as slaves in laying railway line. When their life became unbearable, they decided to take up arms against the British under the leadership of എന്താണ് സൈഡോ കൻഹുവ എന്താ സാധനം നോക്കൂ അപ്പോ നോക്ക ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? ജോലി ചെയ്തു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനനേതാക്കന്മാരായ സിദ്ധുവിന്റെയും അതുപോലെ കാനുവിന്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുൻപിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു എന്നാണ്. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു എന്നൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കൂ. അപ്പോ ദേ ഡിസൈഡഡ് ഇവിടെ പറയുന്നതാണ് സിദ്ധു ആണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കൻഹു എന്നാ പറയുന്നത്. സിദ്ധു കൻഹു എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരാണ് നയിച്ചിരുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇവർ ആയുധമെടുത്ത് പോരാടി. അങ്ങനെ ആയുധമെടുത്ത് പോരാടിയെങ്കിലും കൂടി ഇവർക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സാന്താൾ ജനങ്ങള് കുറെ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു എന്ന് അവർ മരിച്ചു വീണു എന്നാണ്. ഓക്കെ, ഇനി the above description is about the resistance of the Sandals against the British in 1855. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? സാന്താളിന്റെ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്കെതിരെ 1855 എതിർത്ത് നിന്ന സാന്താൾ ജനതയുടെ ആ എതിർപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. The tribes became the victims of the British rule. Gathering forest produce, cattle rearing, shifting cultivation and hunting were their major means of livelihood. Forest Act imposed by the British made their life miserable. They were prohibited to enter forest when British declared forests are protected as protected. Forest that was abundant in trees required by the British were declared as protected forest. The British widely felled trees from the forest to lay railway lines and build ships. And for plantation, the British levied a tax at high rate on the forest produce collected by tribes. This situation led the tribe to fight against the British. ഇനി ഇവിടെ ഉണ്ടായ ശരിക്കുള്ള ചരിത്രത്തിലേക്കാണ് നോക്കുക. അങ്ങനെ the above description is about resistance of Sandal against the British in 1855. സാന്താൾ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്നായിരുന്നു 1855 കാലഘട്ടത്തിലായിരുന്നു. The tribes became victims of the British rule. ഈ ഗോത്രവർഗക്കാര് അവര് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഇരകളായി മാറി. Gathering forest produce, cattle rearing, shifting cultivation and hunting were their major means of livelihood. ഇവരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗങ്ങളൊക്കെ പറയുന്നത് എന്താ? ഗാദറിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതായത് കാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക. അതുപോലെ കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തുക. അതുപോലെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നത് നല്ല ഈ പറയുന്ന എന്താ പറയാ കൃഷി അല്ലെ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരുന്ന കാട്ടുവിഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പൂനം കൃഷി എന്നാണ്. പുനം കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് പുനം കൃഷി. എന്താണ്? അതായത് കൃഷി ചെയ്ത സ്ഥലത്ത് വീണ്ടും കൃഷി, അങ്ങനെയായിരിക്കാം. അപ്പോ ആൻഡ് ഹണ്ടിങ്, വേട്ടയാടൽ, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗങ്ങൾ എന്ന് പറയും. ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് മെയ്ഡ് ദെയർ ലൈഫ് മിസറബിൾ. ഈ ഫോറസ്റ്റ് ആക്ട്, അതായത് കാട് സംരക്ഷിക്കുക എന്നുള്ള പേരിൽ ബ്രിട്ടീഷുകാർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങളാണ് ഫോറസ്റ്റ് ആക്ട്.
ഈ നിയമങ്ങൾ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് ഈ സാന്താൾ ജനവിഭാഗത്തിന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. They were prohibited to enter forest. കാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് അവരെ വിലക്കി. When the British declared forest as protected, കാരണം എന്താണെന്ന് അറിയൂ, ബ്രിട്ടീഷുകാർ പറഞ്ഞു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്, അത് എല്ലാവർക്കും അവിടെ കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫോറസ്റ്റ് that were abandoned with the trees required by the British were declared as protected forest. അങ്ങനെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്ന ഈ കാടുണ്ടല്ലോ, അത് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആക്കിയിട്ട് മാറി. അത് ബ്രിട്ടീഷുകാര് വൈഡ്ലി ഫെൽഡ് ട്രീസ് ഫ്രം ഫോറസ്റ്റ്, അങ്ങനെ കാടിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരെ നീക്കി നിർത്തുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താ? ബ്രിട്ടീഷുകാര് കാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ മരങ്ങൾ എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. അങ്ങനെ ആ മുറിച്ചെടുത്ത മരങ്ങൾ കൊണ്ട് അവര് റെയിൽവേ ലൈൻ ഉണ്ടാക്കി. അല്ലെ, പഴയ റെയിൽവേ പാളങ്ങള് ശ്രദ്ധിച്ചാൽ അറിയാം, ആ റെയിൽവേ പാളങ്ങൾ വെച്ചിരിക്കുന്നത് മിക്കവാറും മരത്തടിയുടെ മീതെയായിരിക്കും. ഇപ്പൊ ഉണ്ടാക്കുന്ന റെയിൽവേ പാളങ്ങളൊക്കെ കോൺക്രീറ്റിന്റെ ബീമിട്ടിട്ട് അതിന്റെ മീതെ കൂടെയാണ് റെയിൽവേ പാളങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്നത് ഈ മരത്തടികൾ മുറിച്ചിട്ട് അതുകൊണ്ട് റെയിൽവേ പാളങ്ങൾ ഉണ്ടാക്കി, അതായത് ഇതുണ്ടാക്കി. ആൻഡ് ഫോർ പ്ലാന്റേഷൻ, അത് കൂടാതെ അവർ പറഞ്ഞല്ലോ നാണ്യവിളകൾ, എന്താണ് തേയില, റബ്ബർ പോലെയുള്ള സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ടും അവർ മരങ്ങൾ മുറിച്ചു മാറ്റി. The British levied a tax at higher rates on forest produce collected by tribes. Tribes, ഈ കാട്ടുവർഗക്കാര്, ആദിവാസികള് കളക്ട് ചെയ്യുന്ന ഈ ഫോറസ്റ്റ് കാട്ടിൽ നിന്നെടുക്കുന്ന വിഭവങ്ങള്, വനവിഭവങ്ങള്, അതിന് ഭയങ്കരമായിട്ടുള്ള എന്താണ് നികുതി ബ്രിട്ടീഷുകാരെ ചുമത്തിയതാണ്. ഈ സിറ്റുവേഷൻ led the tribes to fight against the British. സാഹചര്യം ഇങ്ങനെയായപ്പോൾ നമ്മുടെ ട്രൈബ്സിന്, ആദിവാസി വിഭാഗത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതേണ്ടതായിട്ട് വന്നതാണ്. ഇനി അടുത്തത് കുറിച്യ റിവോൾട്ട്. അതുകൊണ്ട് നോക്കാം, കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ മറ്റൊരു കലാപമായിരുന്നു, ഗോത്ര കലാപമായിരുന്നു എന്താ കുറിച്യ എന്ന് പറയുന്നത്. It was organized by Kurichya and Kurumba tribes of Wayanad in 1812. അതായത് വയനാട് പ്രദേശത്തു കാണുന്ന രണ്ട് ആദിവാസി വർഗങ്ങളാണ് ഏതൊക്കെ? ഒന്ന് കുറിച്യയും പിന്നെ കുറുമ്പ. ഈ കുറിച്യ കുറുമ്പ ഗോത്രവർഗങ്ങൾ അവര് കൂട്ടമായി സംഘടിപ്പിച്ച കലാപമായിരുന്നു കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത്. അത് 1812 കേട്ടോ. ഇനി എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? Let us examine the reason for this revolt. ഒന്ന്, imposition of excessive tax by British. ബ്രിട്ടീഷുകാര് ചുമത്തിയ ഭീമമായ നികുതി. രണ്ട്, compulsion for paying tax in cash. ഇനിയോ നികുതി അടയ്ക്കണമെങ്കിൽ അതെങ്ങനെ തന്നെ അടയ്ക്കണം, പൈസയായിട്ട് അടയ്ക്കണം എന്നുള്ള നിർബന്ധം. മൂന്ന്, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇനിയോ ഇവര് കൃഷി ചെയ്യുന്ന ഭൂമി നികുതി അടച്ചില്ലെങ്കിൽ ഇവര് കൃഷി ചെയ്യുന്ന ഭൂമി എന്ത് ചെയ്യും? പിടിച്ചെടുക്കും എന്ന് പറയുന്ന നിയമം. The revolt was led by Kurichya leader Ramanambi. Several people other than the tribes also joined the struggle. The British government suppressed the struggle and killed Ramanambi, E.H. Babar, and then sub-collector of Talasheri recorded if the writers could resist one more month, they could control the entire state. നോക്കൂ, അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? The revolt was led by Kurichya leader Ramanambi. ഈ കുറിച്യന്മാരുടെ നേതാവായിരുന്നു ആര് നടന്നത്? രാമനമ്പി എന്ന് പറയുന്നത്, രാമനമ്പി. Several people other than tribes then joined the struggle. ഈ പറയുന്ന ഗോത്രവർഗ അല്ലാത്ത ആൾക്കാരും എന്ത് ചെയ്തു? ഈ കലാപത്തിൽ പങ്കെടുത്തു എന്നാണ്. Several people, ഒരുപാട് പേര്. ബ്രിട്ടീഷ് ഗവൺമെന്റ് സപ്രസ്ഡ് ദ സ്ട്രഗിൾ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കലാപത്തിന് രാമനമ്പി ആരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പഴശ്ശിരാജ എന്ന് പറയുന്ന ആളല്ലേ?
നോക്കാം. Raman Nambi, the T.H. Babar, then the sub-collector of Talasheri recorded if the raiders could resist one more month, they could control the entire state. So British government ഈ കലാപത്തിന് അടിച്ചമർത്തി. എന്നിട്ട് രാമൻ നമ്പിയെ കൊന്നു എന്നാ പറഞ്ഞത്. T.H. Babar, then the sub-collector. അപ്പൊ ആ കാലഘട്ടത്തിലെ അവിടുത്തെ സബ് കളക്ടർ ആയിരുന്ന T.H. Babar പറയുന്നു, നോക്കൂ എന്താണ്, if the raiders could resist one more month, ഈ കലാപകാരികൾ ഒരു മാസം കൂടി അവർ അവിടെ കലാപം നടത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? they could control the entire state. അവര് ഈ സംസ്ഥാനം തന്നെ, ഈ രാജ്യം തന്നെ അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ്. Beside the Sandal and Kurchia revolt, several other tribal insurgencies broke out in different parts of India. ഈ കുർച്ചിയയും സാന്താളും മാത്രമല്ല, ഒരുപാട് ട്രൈബൽ സമരങ്ങള് ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് among them are, അതിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണമാണ് ഏതാ പറയുന്നത്? പഹരിയ റിബല്യൻ, Hill Rebellion, Khol Rebellion, Munda Rebellion, Khasi Rebellion. അല്ലേ? അതിന്റെ കുറച്ച് പേരുകൾ ഏതൊക്കെ പറയുന്നത്? പഹാരിയ റിബല്യൻ, അതുപോലെ ബീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഖാസി കലാപം, ഇങ്ങനെ ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. Listen to the words of K. Suresh Singh, a historian about the tribal struggles in India. The anti-British struggles of illiterate tribal communities were more aggressive, intense, and continuous than other sects of, including peasants. നോക്കൂ, ആന്റി-ബ്രിട്ടീഷ് നോക്കൂട്ട, കെ. സുരേഷ് സിംഗിന്റെ, ചരിത്രകാരനായ സുരേഷ് സിംഗ് പറയുന്നു, നോക്കൂ, the anti-British struggles of illiterate tribal community, അക്ഷരം പഠിക്കാൻ പോകാത്ത ആദിവാസി വർഗങ്ങളുണ്ടല്ലോ, അവരുണ്ടാക്കിയിട്ടുള്ള സമരങ്ങൾ, അവരുടെ കലാപങ്ങൾ, അത് കൂടുതൽ അക്രമോത്സുകമായിരുന്നു എന്നാ പറയുന്നത്, അഗ്രസീവ് ആയിരുന്നു എന്നാ പറയുന്നത്. ആക്രമണോത്സുകമായിട്ടുള്ള ഒന്നായിരുന്നു എന്നാ പറയുന്നത്. ഇന്റൻസ്, അതുകൂടാതെ തീവ്രതയുള്ളതായിരുന്നു. ആൻഡ് കണ്ടിന്യൂസ്, പിന്നെ തുടർച്ച. അതായത് അവർ കലാപം തുടങ്ങി നിർത്തില്ല, അവരിങ്ങനെ കലാപം നടത്തിക്കൊണ്ടേയിരിക്കുന്ന പറയുന്നത്. Then other set of including peasants, മറ്റേ ഏതൊരു എന്താണ് പറയാ, കൃഷിക്കാരടക്കമുള്ള മറ്റുള്ള ഏത് വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള കലാപത്തിനേക്കാളും ഏറ്റവും ആക്രമണകാരികളായിട്ടുള്ള ഇവരായിരുന്നു. അതുകൂടാതെ എന്താണ്, തീക്ഷ്ണമായിട്ടുള്ളതും തുടർച്ചയായിട്ടുള്ളതും ഒക്കെയായ കലാപങ്ങൾ നടത്തിയത് ആദിവാസി ഗോത്രവർഗങ്ങളായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. Decline of traditional industries. അതായത് പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ കുറെ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു, ഈ വ്യവസായങ്ങൾ ഇല്ലാതായി. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കൂ. The misery hardly find parallel in the history of commerce. The bones of the cotton weavers are bleaching the plains of India. നോക്കൂ, the misery hardly find parallel in history of commerce. നോക്കൂ, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. പരുത്തി നെയ്ത്തുകാർ നോക്കൂ, ഇന്ത്യൻ വ്യവസായിക മേഖലയിൽ ഇതുപോലെ ഒരു കഷ്ടപ്പാടിന്റെ ദിനങ്ങളില്ല. ബോൺസ് ഓഫ് കോട്ടൺ വീവേഴ്സ്, പരുത്തി നെയ്യുന്ന ആൾക്കാരുടെ എല്ലുകൾ എന്ന് വെച്ചാൽ പരുത്തി നെയ്യുന്ന ആളുകളെല്ലാം പട്ടിണി കിടക്കുകയും മരിക്കുകയും ചെയ്തു എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. അവര് ആ എല്ലുകള് അത് ഈ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ അവരിങ്ങനെ മരിച്ചു കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അത്രയും കഷ്ടപ്പാടിലേക്ക് പരുത്തി നെയ്യുന്ന ആൾക്കാർ വന്നു. എന്ന് വെച്ചാൽ പരുത്തിയുടെ സ്ഥാനത്ത് സമാനമായിട്ടുള്ള വേറെ വസ്ത്രങ്ങള്, വിദേശ നിർമ്മിത വസ്ത്രങ്ങളൊക്കെ വന്നു എന്നാണ്. നോക്കൂ, വില്യം ബെനഡിക്റ്റ് 34 to 34. The extract given above, observation made by William Benedict. നോക്കൂ,
The Governor General of India on the decline of the textile industry, that was world famous one. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ്. ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രശസ്തമായ ഒന്നായിരുന്നു എന്നാണ്. പക്ഷെ അത് ഇല്ലാതായ ഒരു കാലഘട്ടമായിരുന്നു അല്ലെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. The British policy is completely ruined not only agricultural sector but also the handicraft in India. കൃഷിയെ മാത്രമല്ല കരകൗശല മേഖലകളെയും ഇത് തകർത്തു എന്നാണ്. Let us examine the causes of their decline. എന്താണ് ഈ പറയുന്ന വിഭാഗങ്ങൾ ഇത് താഴ്ന്നു പോകാനുള്ള, ഡീക്ലൈൻ ചെയ്യാനുള്ള, ഇല്ലാതാകാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം. Largest scale import of the machine made British textile was major reason for ruin of Indian textile industry. ഇന്ത്യൻ വസ്ത്രവ്യാപാര രംഗം നശിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താ? മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ, മെഷീനറികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ടെക്സ്റ്റൈലുകളുടെ, അതായത് തുണികളുടെ ആ വരവ് ആയിരുന്നു. The machine made textile imported from Britain could be sold easily for they were cheap. ഇനി ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഈ വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്താണ്? അതിന് വളരെ വില കുറവാണ്. കാരണം അത് മെഷീൻ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. മെഷീൻ കൊണ്ടുണ്ടാക്കുമ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാം അല്ലെ, നല്ല ഉയർന്ന അളവിലുണ്ടാക്കാം, അപ്പൊ വില കുറയും. The expansion of the railway was also responsible for decline of Indian textile industry. പിന്നെയോ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യവസായിക ചരിത്രത്തിലുണ്ടായ ഒരു ഡീക്ലൈൻ അഥവാ തകർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് റെയിൽവേയുടെ വരവായിരുന്നു. എന്താ റെയിൽവേയുടെ വരവ്? നമുക്ക് നോക്കാം. It helped British to carry the imported fabrics from port down to interior villages and the cotton collected from villages to port for exporting Britain. Thus Indian weavers lost their business in village market too. അതായത് ബ്രിട്ടീഷുകാര് കപ്പലിൽ കയറ്റിക്കൊണ്ടുവരുന്ന അവരുടെ തുണിത്തരങ്ങള് തുറമുഖത്ത് പോർട്ടിൽ കൊണ്ടുവന്ന് അവരിറക്കിയിട്ട് അവിടെ നിന്നും ട്രെയിനിൽ കയറ്റിയിട്ട് ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും, വില്ലേജിലേക്ക് അടക്കം, ഗ്രാമപ്രദേശങ്ങളിലേക്ക് അടക്കം അവര് ട്രെയിനിലൂടെ എത്തിച്ചു. എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇത് വില കുറവിന് വിറ്റു. വില കുറവിന് വിറ്റു വെച്ചാൽ ഭയങ്കര ലാഭമായിട്ട് അവർ നല്ല ലാഭത്തിന് വിറ്റു. എന്നിട്ടോ അവിടെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും, അതായത് നാട്ടിൽ നിന്നും ഉള്ള പരുത്തികളൊക്കെ അവർ കളക്ട് ചെയ്തു. ആ പരുത്തികള് അപ്പൊ വീടുകളിലൊക്കെ കയറിയിട്ട് അവരോട് പഞ്ഞിയൊക്കെ ചോദിക്കുമ്പോ അമിതമായിട്ടുള്ള വില അവർക്ക് നൽകും. അവിടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ട് ആ പരുത്തി അവർ വാങ്ങിയിരിക്കുന്നു. അങ്ങനെ പരുത്തി വാങ്ങിയിട്ട് ആ ട്രെയിനിൽ തന്നെ കയറ്റിയിട്ട് വീണ്ടും തുറമുഖത്തേക്ക് കൊണ്ടുപോയിട്ട് അത് ബ്രിട്ടീഷിൽ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി. എന്നിട്ട് അവിടെ അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത് തുണിയാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് 2, 3, 4 മടങ്ങ് വിലക്കേണ്ടി. ഓക്കെ, Thus Indian weavers lost their business. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യയിലെ പാവപ്പെട്ട നെയ്ത്തുകാർക്ക് പണിയില്ലാതായി എന്നാണ്. Due to higher tax levied, പിന്നെ അത് മാത്രമല്ല ഉയർന്ന നികുതി ചുമത്ത. The price of Indian textile exported to British increased, so it lost British market to. ഇനിയോ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങളെ ബ്രിട്ടീഷിലേക്ക് നമ്മൾ കയറ്റി അയക്കാന്ന് വിചാരിച്ചോ, അപ്പൊ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അതിന് ഉയർന്ന നികുതി അതിന് ഈടാക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് കയറ്റി അയക്കാൻ പറ്റില്ല. അപ്പൊ അതിന് കാരണം ഉയർന്ന നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ ഇത് അതുകൂടി ചേർത്ത് വിൽക്കേണ്ടി വരും. അപ്പൊ അതിന് വില കൂടും. വില കൂടുമ്പോൾ ആൾക്കാർ വാങ്ങിക്കില്ല. അന്നവരുടെ സൂത്രായിരുന്നു. Due to the higher tax levied, okay, then British officers forced the weavers to work meager wages and exchange products them to cheaper rate. Weaver gave up their work massively due to exploitation and torture of the British officers, so they searched for other jobs. അങ്ങനെ ഇന്ത്യയിലുള്ള നെയ്ത്തുകാരെല്ലാവരും വേറെ വല്ല ജോലികളും ഉണ്ടോ എന്ന് അന്വേഷണം നടത്താൻ തുടങ്ങിയെന്നാണ്. നോക്കൂ, ഇന്ത്യൻ ഇൻഡസ്ട്രി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഡീക്ലൈൻ ചെയ്തു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഡീക്ലൈൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെയോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്?